ഹായ് ഹലോ, എൻ്റെ പേര് അഫ്സീന മുഷീബ്. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, എംപവർമെൻറ്റ് കോച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് പല ആളുകളും വന്നിട്ട് ഒരു പരാതി പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥകൾ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഒരുപാട് പ്രശ്നത്തിൽ അകപ്പെട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തെ തന്നെ ആലോചിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റുന്നില്ല. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ, എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാം എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിനകത്ത് തന്നെ കുടുങ്ങിക്കിടന്നിട്ട് അതിനൊരു സൊല്യൂഷൻ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം കിട്ടൂല എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ആ പ്രശ്നത്തിനകത്ത് നിന്ന് തന്നെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഉത്തരവും കിട്ടൂല, ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡൗൺ ആവും എന്നുള്ളതാണ്. അതേ സമയത്ത് ഞാൻ വേറൊരാളുടെ പ്രശ്നമായിട്ട് എൻ്റെ പ്രശ്നത്തിനെ നോക്കി കാണുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് വേറൊരാളുടെ പ്രശ്നമായിട്ട് നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങളെ കാണാൻ പറ്റുക എന്നുള്ളത്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, വേറൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ ആരെടുത്തായാലും നമ്മളെടുത്ത് വന്നിട്ട് ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരോട് പറയും, സാരല്ല, കുഴപ്പമില്ല, അത് സെറ്റാക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്നതായിട്ടുള്ള രീതിയിൽ നമ്മൾ അവർക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ. പക്ഷെ പലപ്പോഴും അതേ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ കാണാൻ പറ്റാതായി പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആരും പറയാനില്ല, എന്നെ ആരും കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ വിശദീകരിച്ച് എഴുതുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ നിങ്ങൾ അതിനെ വിശദമായിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പം അത് എഴുതി കഴിയുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ആ പ്രശ്നത്തിൽ നിന്നും പുറത്തോട്ട് കിടക്കാൻ പറ്റും. കാരണം മറ്റൊരാളുടെ പ്രശ്നം പോലെ നമുക്കതിനെ കാണാൻ പറ്റും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസിയിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഏതൊരു പ്രശ്നത്തിലും അതിൻ്റെ അകത്ത് നിന്നിട്ട് നമ്മൾ അതിനെ നോക്കിക്കാണുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു സൊല്യൂഷൻ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല ആളുകളടുത്തും പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരത് കേൾക്കും, അവരുടെ അനുഭവത്തിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അവർ പറഞ്ഞു തരാം. അപ്പം എന്ത് സംഭവിക്കും? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ല, അതായത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത ഒരാളെടുത്താണ് നമ്മൾ പോയിട്ട് പറയുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മാക്സിമം പറ്റുമെങ്കിൽ ഇതിന് കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ അറിയുന്ന ആളുടെ അടുത്ത് പോയിട്ട് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരാളില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എഴുതുക എന്നുള്ളതാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തതയും ക്ലാരിറ്റിയും കാര്യങ്ങളും കിട്ടുന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.